എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നഗരൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് ഉണ്ടാക്കിയ ഒരു പലഹാരമാണ് അണ്ടിപ്പുട്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അണ്ടിപ്പുട്ട് എന്നാണ് പേരെങ്കിലും ഇതിന്റെ ഷേപ്പ് അങ്ങനെയല്ല. അത് നമ്മൾ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഷേപ്പിൽ തന്നെ ഉരുട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 1.5 കപ്പ് അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓവനിൽ ഒരു 2-3 മിനിറ്റ് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചൂട് കട്ടിയുള്ള ഒരു പാനിലിട്ട് ചൂടാക്കി എടുത്താലും മതി. സാധാരണ ഉണ്ടാക്കുമ്പോൾ അണ്ടിപ്പരിപ്പും കുറച്ച് അരിയുമാണ് ഇതിന്റെ മെയിൻ ചേരുവകൾ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ ഞാൻ കുറച്ചുകൂടി നട്ട്സും ഒക്കെ ചേർത്തിട്ടുണ്ട്, കുറച്ച് നിലക്കടലയും ചേർത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. 1.5 കപ്പ് അണ്ടിപ്പരിപ്പ് ചൂടാക്കിയതിന് ശേഷം 1 കപ്പ് നിലക്കടല എടുത്ത് അതും ഓവനിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് വെച്ചൊന്ന് ചൂടാക്കി എടുക്കുക. നിലക്കടയിൽ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് പുരട്ടിയതിന് ശേഷം 2 മിനിറ്റ് വെച്ചിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കി എടുത്താലും മതി. അതല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ചൂടാക്കി എടുത്താലും മതി. സാധാരണ കടല നമ്മൾ വറക്കണ പോലെ തന്നെയാണ്. ഇനി അടുപ്പത്ത് നല്ല കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പുഴുങ്ങലരിയോ അല്ലെങ്കിൽ ചുവന്ന മട്ടരിയോ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. പാത്രം നല്ല ചൂടായതിനു ശേഷം അരി ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മുരിഞ്ഞു വരില്ല. ഇതിലേക്ക് കുറച്ച് ഏലക്കായ കൂടി ചേർത്ത് കൊടുത്ത് അരി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ജീരകവും ചുക്കും നമുക്ക് അവസാനം പൊടിച്ചിടാം. ഇപ്പോൾ ഇതാ നല്ലപോലെ അരി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇനി കുറച്ച് വാൽനട്ട്, കുറച്ച് ബദാം, ഇതും ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അങ്ങനെ നല്ലപോലെ വറുത്ത പോലെ ക്രിസ്പി അങ്ങനെയൊന്നും ആവണ്ട. ഇനി വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ തന്നെ ചേർത്ത് പൊടിച്ചിട്ടാൽ മതി. അതുപോലെ എള്ള് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. എള്ള് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ പൊടിച്ച് വെവ്വേറെ പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടുക. ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയതിനു ശേഷം ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എള്ളും ചേർത്ത് കൊടുക്കുക. അത് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി വേണ്ടത് ശർക്കരയാണ്. അത് ഒരു 5-8 ചെറിയ അച്ച് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ചേർക്കുക. അതല്ലെങ്കിൽ നമുക്ക് ചീകിയത് വാങ്ങാൻ കിട്ടുമല്ലോ, അതാണെങ്കിലും ചേർത്താൽ മതി. ഇനി കൈ കൊണ്ട് തന്നെ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ നാളികേരത്തിന്റെ പാലൊക്കെ അതിലേക്ക് ഇറങ്ങി നല്ലപോലെ മിക്സ് ആയാലേ ഇതൊന്ന് ഉരുട്ടി വൃത്തിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ ആവശ്യത്തിന് നമുക്ക് എള്ളൊക്കെ ഉപയോഗിക്കാം. ഇനി എള്ളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിങ്ങനെ ഓരോന്നായിട്ട് ഉരുട്ടി എടുത്തു വെക്കാം. ഇത് പുറത്ത് 1-2 ദിവസമൊക്കെ വെക്കാം. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും, കാരണം നാളികേരം പച്ചയാണല്ലോ. പണ്ട് കാലങ്ങളിൽ ഉരലിൽ അരി ആദ്യം ഇട്ട് ഒന്ന് ഇടിക്കും, പിന്നെ അണ്ടി ഇട്ട് കൊടുക്കും. അതിനുശേഷം തേങ്ങയും ശർക്കരയും ചേർത്ത് ഒന്ന് ഇടിച്ചിട്ട് വെള്ളം കൂടി ചേർത്ത് ഉരുട്ടിയെടുക്കും. ഇതിൽ പക്ഷെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇത് കുട്ടികൾക്ക് നല്ലതായതുകൊണ്ട് ചേർത്തതാണ്. ഇനി അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ.